ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഴയൊരു പലഹാരമായിട്ടാണ് കേട്ടോ, കൊഴുക്കട്ട. അപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവും ഉണ്ടാക്കാൻ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഓക്കെ, വെള്ളം തിളച്ചതിന് ശേഷം അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലോട്ട് അരിപ്പൊടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ല, അതുപോലെ വാട്ടിയെടുക്കുക. ഇത് അതേപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചൂടോട് കൂടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. വാട്ടി കുഴച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ശർക്കരയും വേണം കേട്ടോ. ശർക്കര ഇതാ ഞാനൊന്ന് കൊത്തിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇഡ്ഡലിത്തട്ടാണ്. ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റാനാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കയ്യിലെടുത്തൊന്ന് പരത്തിയതിന് ശേഷം ഈ ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചുരുട്ടിയെടുക്കാം. ബോൾ പോലെ ആക്കിയെടുക്കാം കേട്ടോ. അതേപോലെ ബോൾ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെല്ലാം ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിട്ടെടുക്കാം. നല്ല മധുരവും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ഞാനിത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ടൈറ്റാണ് കേട്ടോ. തുറക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. അത് തുറന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതേ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.